ഇൻ്റലിജൻസ്. ഞാൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അതായത് കൂടുതലും യുവാക്കളും കുട്ടികളും ഉപയോഗിക്കുന്ന മേഖലയാണ് സോഷ്യൽ മീഡിയ. ഞാനൊക്കെ സോഷ്യൽ മീഡിയയിൽ വരുമ്പോൾ ഞാൻ കുറേ എഴുതാറുണ്ട് സോഷ്യൽ മീഡിയയിൽ. അപ്പോൾ എനിക്ക് വരുന്ന കമൻ്റ് അമ്മാവന്മാരുടെ ലോകമാണ് ഫേസ്ബുക്ക്. അപ്പം ഞാൻ ആലോചിച്ചു, ഈ അമ്മാവൻ എന്തുകൊണ്ട് ചെറുപ്പത്തിലേക്ക് പൊക്കൂടാ? ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ അക്കൗണ്ട് എടുത്തു, ട്വിറ്ററിലെടുത്തു. അത് മാത്രമല്ല, AI സാങ്കേതിക വിദ്യ ഈ വയസ്സാം കാലത്ത് എനിക്കിത് പഠിക്കാൻ പറ്റുമോ എന്ന് ഞാനൊന്ന് ചിന്തിച്ചു. AI സാങ്കേതിക വിദ്യയുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സകല മേഖലയിൽ കൂടി ഈ വയസ്സുകാലത്ത് ഞാനങ്ങ് കടന്നു ചെന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മനുഷ്യനെ പോലെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും, എന്തിനേറെ പറയുന്നു, ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുവാൻ പോലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് AI പ്രാപ്തമായിരിക്കുന്നു. നിങ്ങൾക്കെല്ലാം അറിയാം, നമ്മൾ ഇന്നൊരു ബാങ്കിലേക്ക് എൻക്വയറി നടത്തുമ്പോൾ, ന്യൂ ജനറേഷൻ ബാങ്ക്, അതിലെ ഓരോ പേരുണ്ട്, അലക്സ, അക്സ, അങ്ങനെയൊക്കെ പേരുണ്ട്. ആദ്യമൊക്കെ എനിക്ക് മനസ്സിലായില്ല, എന്താണ് ഈ അക്സ, എന്താണ് അലക്സ. അപ്പോൾ ICICI ബാങ്കോ ഈ ഇതുപോലത്തെ ബാങ്കുകളിൽ, HDFC ബാങ്കിൽ നമ്മൾ എന്തെങ്കിലും ലോൺ ആപ്ലിക്കേഷൻ എൻക്വയറി ഒക്കെ നടത്തുമ്പോൾ വരുന്ന അക്സ എന്ന് അല്ലെങ്കിൽ അലക്സ എന്ന് പറയുന്നത് AI സാങ്കേതിക വിദ്യയുടെ ഒന്നാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ഈ ഒരു സാങ്കേതിക വിദ്യ ഉപയോഗിക്കുമ്പോൾ അതിൽ നല്ല വശങ്ങളുമുണ്ട്, ചീത്ത വശങ്ങളുമുണ്ട്. ഈ കുട്ടികൾ മൊബൈൽ ഉപയോഗിക്കരുതെന്ന് പറയും, പേരൻസും പറയും, ഞാനും പറയും. ആ കുട്ടികൾ മൊബൈൽ ഉപയോഗിക്കാൻ കാരണക്കാരാരെന്ന് ചോദിച്ചാൽ നമ്മൾ രക്ഷകർത്താക്കൾ തന്നെയാണ്. ഇന്നലെ ഞാൻ ട്രെയിൻ യാത്രക്കിടയിൽ കണ്ടൊരു കാര്യമാണ്. ഒരു 3 വയസ്സുകാരനായ കുട്ടി അമ്മയുടെ അടുത്ത് എന്തൊക്കെയോ വർത്താനം പറയുന്നു. അമ്മയ്ക്ക് ശല്യമായി. ആ ശല്യം കാരണം അമ്മ എന്ത് ചെയ്തു? കയ്യിലിരുന്ന മൊബൈൽ ഫോണും എടുത്തു കൊടുത്തു. 3 വയസ്സുകാരന് ആദ്യമായി മൊബൈൽ കൊടുക്കുന്നത് അമ്മ കൊടുക്കുന്നു. ഈ മൊബൈൽ കയ്യിൽ കിട്ടുമ്പോൾ 3 വയസ്സുകാരൻ ആദ്യമായിട്ട് ചെയ്യുന്ന ഗെയിം കളിക്കും. പ്രായം അത്രയേ ഉള്ളൂ, ഗെയിമാണ് അവിടെ കളിക്കുന്നത്. ഈ 3 വയസ്സിൽ തുടങ്ങിയ അവൻ്റെ അന്വേഷണം ചെന്നെത്തുന്നത് 16ഉം 17ഉം വയസ്സാകുമ്പോൾ എവിടെയാണെന്ന് നാം ചിന്തിക്കണം. മൊബൈൽ കുട്ടികൾ ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല. ആ മൊബൈലിൽ അവൻ എന്തുപയോഗിക്കുന്നു, എങ്ങനെ ഉപയോഗിക്കുന്നു, ഏത് രീതിയിൽ പോകുന്നു, എത്ര സമയം ഉപയോഗിക്കുന്നു, ഇത് ആരെയും കുഴപ്പമല്ല. ഒരു നാട്ടുകാരനും ഒരു സമൂഹവും ഉത്തരവാദിയല്ല. ഇതിൻ്റെ ഉത്തരവാദി അച്ഛനും അമ്മയും അടങ്ങുന്ന രക്ഷകർത്താക്കൾ തന്നെയാണ്. ഇതിത്ര ശക്തമായിട്ട് പറയാൻ എനിക്ക് കഴിയുന്നത്, ഞങ്ങളുടെ വീട്ടിലും കുട്ടികളുണ്ട്. ആ കുട്ടികൾക്ക് മൊബൈൽ ഉപയോഗിക്കാൻ സമയം കൊടുത്തിട്ടുണ്ട്, കൃത്യമായ നിരീക്ഷണമുണ്ട്. ഒരു ലോക്കുമില്ല. എൻ്റെ വീട്ടിൽ ഞങ്ങൾ ഒരു കൂട്ടുകുടുംബമാണ്, 10-12 അംഗങ്ങൾ ഒന്നിച്ച് താമസിക്കുന്നതാണ്. ആർക്കും മൊബൈലിൽ ലോക്കില്ല. ആർക്കും ആരുടെയും മൊബൈൽ നോക്കാം, അതിന് പൂട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പോൾ എനിക്ക് തെങ്ങേ കയറി ഒരു പടമെടുക്കാൻ സാധിക്കില്ല, വയസ്സായി. പക്ഷെ എൻ്റെ ജീവിതത്തിൽ ഒരു ആഗ്രഹമുണ്ട്, തെങ്ങി കയറി മണ്ടയിലിരിക്കുന്ന ഒരു ഫോട്ടോ എടുക്കണമെന്ന്. ആ ആഗ്രഹം ഞാൻ സാധിച്ചു. എങ്ങനെയെന്ന് വെച്ചാൽ ജെമിനി AI, എല്ലാവർക്കും അറിയാം. അപ്പം ഞാനീ പറയുമ്പോൾ ഈ പിള്ളേർക്കൊക്കെ അതിൻ്റെ സാങ്കേതിക വശം അറിയാം. ജെമിനി AIയിൽ തെങ്ങിൽ കയറി നിൽക്കുന്ന തേങ്ങ ഇടുന്ന എൻ്റെ പടം സാധിക്കുമെങ്കിൽ, തേങ്ങ ഇടുന്നത് മാത്രമല്ല, അതിൻ്റെ മറ്റു വശമുണ്ട്. മോശമായ വശങ്ങൾ ജെമിനി AI സാങ്കേതിക വിദ്യയിലുണ്ട്. അതും ഞാൻ പരീക്ഷിച്ചു നോക്കി. അപ്പം ഞാൻ പറയുന്നത്, ചിലപ്പോൾ ഇന്നത്തെ രക്ഷകർത്താക്കൾക്ക്, ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാവർക്കും വിദ്യാഭ്യാസമുണ്ടൊക്കെ ഉണ്ട്. പക്ഷേ ചിലർക്ക് അതിൻ്റെ സാങ്കേതിക വിദ്യയെക്കുറിച്ച് അറിവില്ലായ്മയുണ്ട്. ഞാൻ രക്ഷകർത്താക്കളോട് അപേക്ഷിക്കുന്നു, പ്രായം ഒരു പ്രശ്നമല്ല. നിങ്ങളുടെ മൊബൈല്, നിങ്ങളുടെ ലാപ്ടോപ്പ്, നിങ്ങളുടെ കുട്ടികൾ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് ഉപകരണങ്ങളിലെ എല്ലാ വശങ്ങളും നിങ്ങൾ പരിശോധിക്കണം. അവരെന്തു ചെയ്യുന്നു, എന്തൊക്കെ നോക്കുന്നു, എന്തൊക്കെ കാണുന്നു, ഇത് പരിശോധിച്ചാൽ ഒരു കുഴപ്പവും സംഭവിക്കില്ല. മൊബൈൽ ഉപയോഗിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. പുതിയ പുതിയ അറിവുകൾ ലഭിക്കും. മുന്നോട്ടുള്ള ലോകത്തിൽ മൊബൈൽ ഫോണൊക്കെ വേണം. സാങ്കേതിക വിദ്യ വന്നു കഴിഞ്ഞു. സാങ്കേതിക വിദ്യ കൊടുക്കാതെയുള്ള ഒരു കാര്യത്തിനും പോകരുത്. പിള്ളേർക്ക് അതൊക്കെ നമ്മൾ കൊടുക്കണം. പക്ഷെ നിരീക്ഷണം ശക്തമാക്കണം. ഇത് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ്. ഇന്നലെ ഒരു ചാനലിലൊരു ചർച്ചയ്ക്ക് ഞാൻ പോയിരുന്നു.
ധാരാളം യുവാക്കൾ അവിടെയുണ്ട്. ആ യുവാക്കളുമായി സംവദിക്കുന്നതിനിടയിൽ ഈ പല കാര്യങ്ങളും എന്നെ സംബന്ധിച്ചോളം, ഞാൻ ഈ സമൂഹത്തിലെ കൊച്ചുകുട്ടികൾ LKG കുട്ടി തൊട്ട് 60, 80, 90 വൃദ്ധസദനമൊക്കെ ഇടയ്ക്ക് സന്ദർശിക്കും. ഇവരൊക്കെ ആയിട്ട് ആശയങ്ങൾ കൈമാറുമ്പോൾ നമുക്ക് കിട്ടുന്ന പല കാര്യങ്ങളാണ്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ചിലപ്പോൾ പിള്ളേർക്കൊക്കെ എന്നോട് ദേഷ്യം വരും. ഇന്ന് വൈകുന്നേരം തൊട്ട് മാതാപിതാക്കൾ മൊബൈലൊക്കെ വാങ്ങിച്ചു വെച്ചാൽ ആ പുള്ളി ഇവിടെ വന്ന് ഇത്രയും വർത്തമാനം പറഞ്ഞിട്ട് ഞങ്ങളുടെ മൊബൈലൊക്കെ പോയല്ലോ എന്നൊക്കെ വിചാരിക്കുന്നു. പക്ഷെ ഞാൻ പറയുന്നത് മൊബൈൽ വളരെ അപകടകരമാണ്. ഡിജിറ്റൽ സാങ്കേതിക വിദ്യ കാരണം ആത്മഹത്യകൾ പെരുകുന്നു യുവജനങ്ങളുടെ. ഇത് വേൾഡ് റിപ്പോർട്ടാണ്. BBC-യുടെ റിപ്പോർട്ടിൽ ഞാൻ കഴിഞ്ഞ ദിവസം വായിച്ചപ്പോൾ ഓരോ 5 നിമിഷത്തിലും 15 പേർ ആത്മഹത്യ ചെയ്യുന്നു. ആ 15 പേര് യുവാക്കളാണ്. അതിൽ ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ അതിപ്രസരം അവിടെ കടന്നുകൂടിയിട്ടുണ്ട്. അപ്പോൾ 2026 ചിന്താഗതി, 2026 കാലഘട്ടത്തിലെ യുവാക്കളുടെ ചിന്താഗതി നന്മയിലേക്കും നല്ലതിലേക്കും മാത്രം പോകണമെന്ന് ആശംസിച്ചുകൊണ്ട് ഈ അവസരത്തിൽ ഈ സ്കൂളിൻ്റെ ഈ വാർഷികത്തിന് എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട്